ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ ബ്യൂട്ടിഫുൾ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ EVSൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ ജീവികളും ചുറ്റുപാടും, ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിലെ ഫസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് തന്നെ റെയ്ന എന്നൊരു കുട്ടിയുടെ ഒരു ഒബ്സർവേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അവരൊരു വാട്ടർ ലില്ലി പോണ്ട് കാണാൻ പോയതും ആ വാട്ടർ ലില്ലി പോണ്ടിൽ അവരെ എന്തൊക്കെ കണ്ടു എന്നതുമാണ് ആ ഒരു ഒബ്സർവേഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കുക. അപ്പം റെയ്നയുടെ ഒബ്സർവേഷൻസ് നോട്ട് വായിച്ചിട്ട് നമുക്ക് താഴെയുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കിയേ. വിച്ച് ഓർഗാനിസം ഡിഡ് യു സീ ഇൻ ദ പോണ്ട്? അപ്പം കുളത്തിലെ ഏതൊക്കെ ജീവികളെയാണ് കണ്ടത്? അത് ഫ്രോഗ്സ്, ടാഡ്പോൾസ്, ക്രാബ്സ്, സ്നെയിൽസ്, വാട്ടർ സ്നേക്സ് ആൻഡ് അതർ അക്വാട്ടിക് ഓർഗാനിസംസ്. വിച്ച് ഓർഗാനിസംസ് ലിവ്ഡ് ഇൻ ദി ട്രീ? മരത്തിൽ ആരൊക്കെയാണുള്ളത്? ബേർഡ്സ്, സ്ക്വിറൽ, സ്പൈഡേഴ്സ് ആൻഡ് അതർ സ്മോൾ ഓർഗാനിസംസ്. ഡു ഓൾ ഓർഗാനിസം നീഡ് എ പ്ലേസ് ടു ലീവ്? ഇപ്പം എല്ലാ ജീവികൾക്കും എന്താ താമസിക്കാൻ ഒരു സ്ഥലം ആവശ്യമാണല്ലേ. ക്യാൻ ഓർഗാനിസംസ് ദാറ്റ് ലീവ് ഇൻ വാട്ടർ ഓൾസോ ലീവ്? അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസംസ് എന്താണ് ലീവ് ചെയ്യുന്ന വാട്ടറിൽ ജീവിക്കുന്നവയ്ക്ക് കരയിൽ ജീവിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ കരയിൽ ജീവിക്കുന്നവയ്ക്ക് വാട്ടറിലും ജീവിക്കാൻ കഴിയില്ല. അപ്പം അവർ ഓരോരുത്തരും ആ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റഡ് ആണ്. അപ്പം ഇതുപോലെ വെള്ളത്തിലും കരയിലും ജീവിക്കാവുന്ന ഒരു ജീവി ഏതാണ്? അത് തവളയാണല്ലേ. വൈ കാണ്ട് ഫിഷ് ലീവ് ഓൺ ലാൻഡ്? എന്തുകൊണ്ടാണ് മത്സ്യം കരയിൽ ജീവിക്കത്തില്ലാത്ത? ഫിഷ് കനോട്ട് ലീവ് ഇൻ ദി ലാൻഡ് ബിക്കോസ് ദേ ബ്രീത്ത് ബൈ ത്രൂ ദെയർ ഗിൽസ് വിച്ച് ക്യാൻ ഓൺലി ബി എക്സ്ട്രാക്ട് ഓക്സിജൻ ഫ്രം വാട്ടർ. ദേ ഓൾസോ നീഡ് വാട്ടർ ടു സപ്പോർട്ട് ദെയർ ബോഡി. വാട്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഹാവ് യു ഒബ്സർവ്ഡ് ഇൻ ഫിഷ് ദാറ്റ് ഹെൽപ്സ് ദം ലീവ് ഇൻ വാട്ടർ? എന്താണ് അവയ്ക്ക് ഗിൽസുകളുണ്ടല്ലേ. ഗിൽസ് ടു ബ്രീത്ത് ഇൻ വാട്ടർ, ഫൈൻസ് ടു help to them swim, and streamlined body to move easily through water, scales to protect their body. സ്ട്രീംലൈൻഡ് സ്ട്രക്ചർ എന്ന് അതിനൊരു പ്രത്യേക തരത്തിലുള്ളൊരു സ്ട്രക്ചറല്ല, അതിന് പറയുന്ന പേരാ കേട്ടോ. പിന്നെ ചെതുമ്പലുകളാണ് അവരെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്കൊരു ഫിഷിൻ്റെ പടം വരയ്ക്കാനുണ്ട്. നിങ്ങളെല്ലാവരും അത് വരച്ച് നോക്കുക. അപ്പം നെക്സ്റ്റ് പേജിൽ 2 വള്ളങ്ങളുടെ പടം കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൽ ഏത് വള്ളത്തിൽ പോകുമ്പോഴാണ് നമുക്ക് നന്നായി പോകാൻ പറ്റുന്നത്? ആ ഒരു സ്ട്രീംലൈൻഡ് ഷേപ്പുള്ള വള്ളത്തിൽ പോകുമ്പോഴായിരിക്കും അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കൊടുത്തിരിക്കുന്നത്? ഹാവ് യു നോട്ടീസ്ഡ് ഹൗ ഫിഷ് മൂവ് ഇൻ വാട്ടർ? എങ്ങനെയാണ് വെള്ളത്തിലൂടെ മീൻ പോകുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് പോകുന്നത്? ഒരു വിഗ്ലിംഗ് ദെയർ ബോഡീസ് ഫ്രം സൈഡ് ടു സൈഡ് ആൻഡ് പുഷിങ് അഗെയിൻസ്റ്റ് ദ വാട്ടർ വിത്ത് ദെയർ ടെയിൽ ഫൈൻസ്. ദിസ് മോഷൻ ഹെൽപ്സ് ടു ദം ടു പ്രൊപ്പൽ ദ ഫോർവേഡ്. എങ്ങനെയാണ് പോകുന്നത്? മത്സ്യങ്ങൾ എങ്ങനെ ഒരു വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ വാലിൻ്റെ സഹായത്തോടെ വളഞ്ഞാലേ പോകുന്നത്. അപ്പം ഹൗ ഡു യു ദേ ചേഞ്ച് ദെയർ ഡയറക്ഷൻ? അപ്പോൾ അവരെങ്ങനെയാണ് അവരുടെ ഈ ഒരു ദിശ മാറ്റുന്നത്? മൂവ് ദെയർ ഫൈൻസ് എക്സ്പെഷ്യലി ദ pectoral and the pelvic fins to steer, adjust the angle to their body and tail to turn. അപ്പം എന്താണ് അവരുടെ അകത്ത് ഫൈനായിട്ടുള്ള ആ ഒരു അതിൻ്റെ സഹായത്തോടെയും പിന്നെന്താണ് ഇവരുടെ വാല് ഉപയോഗിച്ചാണ് ഇവർ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ മറ്റേ ഒരു സ്ഥലത്തോട്ട് ഇവർ പോകുന്നത്. അപ്പം ഇവരുടെ സ്കെയിൽസ് എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? നമ്മൾ മീനൊക്കെ മേടിക്കുമ്പോൾ കാണുമല്ലേ ഇങ്ങനെ സ്കെയിൽസ്? അത് ഒന്നിന് മുകളിൽ ഒന്നായി ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലെയാ അല്ലേ. The body shape, fins, tail fin, arrangement of scales and the slippery nature of the fish help them to move through water. Fish breathe the help of gills. ശരീരത്തിൻ്റെ ആകൃതി, ചിറകുകൾ, പിന്നെ ചെതുമ്പലുകളുടെ ക്രമീകരണം, പിന്നെ അവരുടെ ഒരു വഴുവഴുപ്പുള്ള ശരീരം എന്നിവയെ ആണ് മത്സ്യങ്ങളെ ജലത്തിൽ ജീവിക്കാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ചെകിളപ്പൂക്കളുടെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. അപ്പോൾ ഇത് ഈ പോർഷനിലകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കണം നന്നായിട്ട്. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന 2 പിക്ചേഴ്സ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? വാട്ട് ഈസ് ദ സ്പെഷ്യൽ എഫേർട്ട് ദെയർ സ്റ്റെം? വാട്ട് മേക്സ് ദം ഡിഫറെൻറ്റ് ഫ്രം അതർ പ്ലാന്റ്സ്? ഡിസ്കസ് ആൻഡ് റൈറ്റ് ഇൻ യുവർ എൻവയോൺമെൻറ്റ് ഡയറി. ആ സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവയുടെ സ്റ്റെം എങ്ങനെയാണ് ഇരിക്കുന്നത്? അവയ്ക്ക് സ്റ്റെമ്മും ലീഫും എല്ലാം ഒരുപോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് ഒരു ബോക്സിൽ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത് വായിച്ച് നോക്കാം. പ്ലാന്റ്സ് ഓഫ് ഡെസേർട്ട്സ്, xerophytes, മരുഭൂമിയിലെ ചെടികൾ. Deserts plant may have no leaves or have smaller leaves or thorns. Their stems are thick, green and can store water. A waxy coating on their stem helps them to prevent water loss. The deep roots of these plants absorb water from great depth
Such desert plants are known as xerophytes. All these features enable them to survive in desert. അപ്പം എന്താണ് മരുഭൂമിയിലെ ചെടികൾ എങ്ങനെയാണ് എന്നാണ് ആ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് മരുഭൂമിയിലെ ചെടികളുടെ ഇലകൾ ഒന്നുകിൽ ഇലകളില്ലാത്തതോ അല്ലെങ്കിൽ ചെറിയ ഇലകളോ ആണ്. അവയുടെ തണ്ടുകൾക്ക് നല്ല കനവുമുണ്ട്, പച്ച നിറത്തിലുമാണ്. അതിൻ്റെ കാരണം എന്താ? അവ ജലം ഒരുപാട് സംഭരിച്ചു വയ്ക്കുന്നു. അപ്പോൾ തണ്ടുകളിൽ ഒരു മെഴുകു പോലുള്ള ഒരു ആവരണമുണ്ട്. ഈ ആവരണം ജലം നഷ്ടം തടയാൻ അവയെ സഹായിക്കുന്നു. മണ്ണിലേക്ക് വളരെയധികം ആഴ്ന്നിറങ്ങാൻ കഴിവുള്ള വേരുകൾ ഇവയ്ക്കുണ്ട്. അതുകൊണ്ട് ഇപ്പം മണ്ണിനടിയിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ പോലും അവരിത് വലിച്ചെടുക്കും. അപ്പം മരുഭൂമിയിലെ സസ്യങ്ങൾ മരുരൂഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. മേൽ സൂചിപ്പിച്ച സവിശേഷതകളെല്ലാം മരുഭൂമിയിൽ വസിക്കുന്നതിന് അവയെ പ്രാപ്തമാക്കുന്നു. അപ്പോൾ ഈ ഒരു കൊടുത്തിരിക്കുന്ന ഘടനയിൽ നമുക്ക് എന്താണ് മരുഭൂമി സസ്യങ്ങളുടെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ എന്താണ് മരുരൂഹങ്ങൾ ഓർ സെറോഫൈറ്റ്സ് എന്താണ്, പിന്നെ അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു വെക്കണം. അഡാപ്റ്റേഷൻ അഥവാ അനുകൂലനം. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹാവ് ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദം സർവൈവ് ഇൻ ദെയർ സ്പെസിഫിക് എൻവയോൺമെൻറ്റ്. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും അവ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായ ശാരീരിക സവിശേഷതകളുണ്ട്. എനി ബോഡി ഫീച്ചർ ദാറ്റ് ഹെൽപ്പ് ആൻ ഓർഗാനിസം സർവൈവ് ഇൻ ദെയർ എൻവയോൺമെൻറ്റ് ഈസ് കോൾഡ് അഡാപ്റ്റേഷൻ. അപ്പോൾ ഒരു ജീവി അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ അതിൻ്റെ ശാരീരിക സവിശേഷതകളെയാണ് അനുകൂലനമെന്ന് പറയുന്നത്. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ഒരു വാട്ടർ ലില്ലിയുടെയും ഒരു ഫ്രോഗിൻ്റെയും ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ ലിസൺ ചെയ്തതിന് ശേഷം ഡിസ്കസ് ആൻഡ് റൈറ്റ് മോർ അബൌട്ട് ദെയർ അഡാപ്റ്റേഷൻസ്. അപ്പോൾ വാട്ടർ ലില്ലിയുടെയും തവളയുടെയും അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാം. വാട്ടർ ലില്ലിയുടെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്? ഫ്ലോട്ട് ഇൻ വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ സാക്ക് ഇൻ ദ സ്റ്റെം. അപ്പം ഇവരുടെ സ്റ്റെമ്മിൽ ഒരുപാട് എയർ ചാക്കുകളുണ്ട്. അപ്പോൾ അത് കാരണം അവർക്ക് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ എന്താണ്? ബ്രോഡ് ലീവ്സ് ദാറ്റ് ഫ്ലോട്ട് ഓൺ ദി വാട്ടർ. അപ്പം വലിയ ഇലകൾ. പിന്നെന്താണ്? സ്റ്റൊമാറ്റ ഓൺ അപ്പർ സർഫസ് ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച്. പിന്നെ ഫ്രോഗിന് എന്തൊക്കെയാണ് അഡാപ്റ്റേഷൻസ്? ക്യാൻ സ്വിം വാട്ടർ ആസ് ഇറ്റ്സ് ഫിംഗേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് ദ സ്കിൻ. ഒരു വെബ്ഡ് ഫീറ്റ്, കാരണം ഒരു മൊത്തത്തിൽ ഒരു വല പോലെയാണ് അവരുടെ കാലിലെ വിരലുകൾ ഇരിക്കുന്നത്. ഹാസ് മോയിസ്റ്റ് സ്കിൻ ദാറ്റ് ഹെൽപ്പ് ഇൻ ബ്രീത്തിങ്. അവരുടെ എപ്പോഴും അവരുടെ ചർമ്മത്തിൽ എപ്പോഴും ഒരു വഴുവഴുപ്പ് കാണും അല്ലേ? നമ്മൾ തവളയൊക്കെ അടിക്കും ഒരു വഴുവഴുപ്പ് എപ്പോഴും ഇല്ലേ? ക്യാൻ ലീവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ. നെക്സ്റ്റ്, വെയർ ഡു ദീസ് ആനിമൽസ് ലീവ്? അപ്പോൾ അവിടെ കുറച്ച് ആനിമൽസിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആട്, പിന്നെ ഒരു ചെമ്മീൻ, പിന്നെ ഒരു ആമ. അപ്പോൾ ഇവരൊക്കെയാണ് ആമ എവിടെയാണ്? ആമ വെള്ളത്തിലും കരയിലും ജീവിക്കും അല്ലേ? ചെമ്മീൻ വെള്ളത്തിൽ മാത്രം. ആട് എവിടെയാണ് ജീവിക്കുന്നത്? ആട് കരയിലാണല്ലേ ജീവിക്കുന്നത്. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് റൈറ്റ് ദ നെയിംസ് ഓഫ് അതർ ആനിമൽസ് യു ആർ ഫെമിലിയർ വിത്ത് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പം ആനിമൽസ് ലീവ് ഇൻ ലാൻഡ്, ആനിമൽസ് ലീവ് ഇൻ വാട്ടർ, ആനിമൽസ് ലീവ് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളുടെ ഒരു പട്ടികയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ കൊടുത്തിരിക്കുന്ന ജീവികളത് ആനിമൽസ് ലീവ് ഇൻ ലാൻഡ് എന്തൊക്കെ കൊടുക്കാം? കഴുത, കുരങ്ങ്, ആന, ടൈഗർ, ലയൺ, നമുക്കറിയാവുന്ന എല്ലാ ജീവികളെയും കൊടുക്കാം അല്ലേ? പട്ടി, പൂച്ച എല്ലാം. ആനിമൽസ് ലിവ് ഇൻ വാട്ടറിൽ എന്തൊക്കെയുണ്ട്? ഫിഷ്, ഡോൾഫിൻ, വെയിൽസ്, ഒക്ടോപ്പസ് അങ്ങനെ. ആനിമൽസ് ലിവ് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ ഏതൊക്കെയാണ്? ഫ്രോഗ്, ക്രോക്കഡൈൽ, പിന്നെന്താണ്? ടർട്ടിൽ, ഡക്ക് അങ്ങനെ. ആനിമൽസ് ലീവ് ഓൾസോ ഇൻ ഡെസേർട്ട് ആൻഡ് പോളാർ റീജിയൻസ്. വാട്ട് ആർ ദെയർ അഡാപ്റ്റേഷൻസ്? അപ്പം ഈ ഡെസേർട്ട് താമസിക്കുന്ന ജീവി ഏതാ? ക്യാമൽ അല്ലേ? ദ ഫാറ്റ് ഇൻ അവർ ഹംപ് ഹെൽപ്പ് അസ് ടു സർവൈവ് ഇൻ ദ ഡെസേർട്ട് ഫോർ ഡേയ്സ് വിത്തൗട്ട് ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ ഈ ക്യാമൽസിൻ്റെ അവരുടെ ദേഹത്ത് ഒരു മുഴയുണ്ടല്ലേ? ആ മുഴയിലാണ് അവർ വെള്ളം സംഭരിച്ചു വെക്കുന്നത്. അത് കാരണം അവർക്ക് വെള്ളമില്ലാതെയും ഡെസേർട്ടിൽ ജീവിക്കുക. അത് അവരുടെ ഒരു അഡാപ്റ്റേഷനാണ്. The fat under our skin protect us from the extreme cold in the polar regions. അപ്പം പെൻഗിനുള്ള ഒരു അഡാപ്റ്റേഷൻ എന്താണ്? അവരുടെ സ്കിന്നിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ, ആ ഒരു ലെയർ കാരണം അവർക്ക് എത്ര തണുപ്പ് വന്നാലും അവർക്കവിടെ ജീവിക്കാൻ കഴിയുന്നു. അപ്പോൾ അത് അവരുടെ ഒരു അഡാപ്റ്റേഷനാണ്. ഈ സെക്ഷനിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് മരുഭൂമിയിലെയും അല്ലെ പോളാർ റീജിയണിലെയും ജീവികളുടെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ് എന്നും, അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെയും പെൻഗിൻ്റെ അഡാപ്റ്റേഷൻ എന്താണ്, അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം. പഠിച്ചു നോക്കും. Adaptations of camel and penguin. First one, camel. Fat stored in hump help survive without water. Long eyelashes and closable nostrils protect eyes and nose from sand. Wide padded feet help walk on hot sand. Next one, penguin. Thick fat under the skin keeps body warm. Waterproof feathers keep body dry and warm. Streamlined body help in swimming.
നെക്സ്റ്റ് കങ്കാരു റാറ്റിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കങ്കാരു എലി എന്ന് പറയുന്നത് ഒരിക്കലും വെള്ളം കുടിക്കാത്ത ജീവിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അതിൻ്റെ അഡാപ്റ്റേഷൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക.